സർക്കാരിന്റെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള പരിവാഹൻ പോർട്ടലിലെ ഡാറ്റ ഹാക്കർമാർ ചോർത്തി. സർക്കാർ പോർട്ടൽ ചോർത്തിയെന്ന് മാത്രമല്ല, വാഹന ഉടമകളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ടെലഗ്രാമിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ വാഹന ഉടമകളുടെ സ്വകാര്യ വിവരങ്ങൾ ടെലഗ്രാമിലെ ബോട്ട് വഴി ആർക്കും കിട്ടും. ഒരു മാസം മുൻപ് തുടങ്ങിയ ഈ ടെലഗ്രാം ബോട്ടിന് 32,000-ലധികം സബ്സ്ക്രൈബർമാർ ഇപ്പോഴുണ്ട്. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ നൽകിയ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അവിടെ സുരക്ഷിതമാണെന്നാണ് വിശ്വാസം. ബയോമെട്രിക്സ് ലോക്കിംഗ്, ഡബിൾ വെരിഫിക്കേഷൻ, സുരക്ഷാ പാസ്വേഡ്, OTP എന്നിങ്ങനെ നിരവധി സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ആശങ്ക കഴിഞ്ഞ കുറച്ചു കാലമായി ഉയരുന്നുണ്ട്. മഹാമാരി കാലത്ത് കോവിഡ് രോഗികളുടെ ഡാറ്റ ചോർന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ പരിവാഹൻ പോർട്ടലിലെ വിവരങ്ങൾ ടെലഗ്രാമിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടുകയാണ്. കേന്ദ്ര ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടലാണ് പരിവാഹൻ. രാജ്യത്തെ വാഹന ഉടമകളെ സംബന്ധിച്ച സകല വിവരവും ഇതിലുണ്ട്. വാഹന രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ് വിശദാംശങ്ങളടക്കം എല്ലാ വിവരവും. എന്നാൽ വാഹന ഉടമയുടെ വിലാസവും ഫോൺ നമ്പറും അടക്കം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും മാത്രമാണ് ഇവ നേരിട്ട് എടുക്കാനാവുക. ഇൻഷുറൻസ് കമ്പനികൾക്കടക്കം ആക്സസ് നിഷേധിച്ചിട്ടുള്ള വിവരങ്ങളാണിത്. പക്ഷേ ഈ ടെലഗ്രാം ബോട്ടിൽ ആർക്കും ഇതെല്ലാം കിട്ടും. ഏതെങ്കിലും വാഹന ഉടമയുടെ ഫോൺ നമ്പറോ രജിസ്ട്രേഷനോ വേണമെങ്കിൽ വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ നൽകിയാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന കിയ കാർണിവൽ കാറിന്റെ KL 01 CV 6683 എന്ന രജിസ്ട്രേഷൻ നമ്പർ ടെലഗ്രാം ബോട്ടിൽ സെർച്ച് ചെയ്തു നോക്കി. നിമിഷങ്ങൾക്കകം വാഹന ഉടമ സംസ്ഥാന പോലീസ് മേധാവിയാണെന്നതും വാഹനത്തിന്റെ ട്രാഫിക് നിയമലംഘന വിശദാംശങ്ങളും അടക്കം വിവരങ്ങളെല്ലാം ബോട്ടിൽ കിട്ടി. ഒരാൾക്ക് ഏതു വ്യക്തിയുടെയും വിവരങ്ങൾ സൗജന്യമായി 2 തവണ കിട്ടും. പണമടച്ചാൽ കൂടുതൽ പേരുടെ വിവരം കിട്ടാനുള്ള സംവിധാനം ഒരുങ്ങുന്നുവെന്ന് അറിയിപ്പുമുണ്ട്. പിന്നെ ഒരു വഴി ഈ ബോട്ട് മറ്റൊരാൾക്ക് റെഫർ ചെയ്യുകയാണ്. വീണ്ടും 2 പേരുടെ വിവരം കൂടി കിട്ടും. ഈ നിയമവിരുദ്ധ സംവിധാനം പരമാവധി പേരിൽ എത്തിക്കാനുള്ള ഉപാധിയാണിത്. ഇത്ര ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും ഡാറ്റാ ചോർച്ചയും ഉണ്ടായിട്ട് അത് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് രാജ്യത്തിന്റെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എത്ര ദുർബലമെന്ന് കാണിച്ചു തരുന്നുവെന്ന് സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ലിജോ. ഒരു വെഹിക്കിളിന് നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരുന്നത് ഒരു ഡൊമൈൻ, ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവർ വെളിപ്പെടുത്തി തരുന്നത്. graph.com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ വഴിയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നത്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 2003 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഡൊമൈനാണ്. 2023 ഇതേ പരിവാഹൻ പോർട്ടലിൽ നിന്നും ഇൻ്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് ഡാറ്റാബേസും ഹാക്കർമാർ ചോർത്തിയിരുന്നു. ചോർത്തിയ വിവരങ്ങളിൽ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജിമെയിൽ വിശദാംശങ്ങളും പാസ്വേഡുകളും നമ്പറുകളും ഉൾപ്പെട്ടിരുന്നു. ഇവ ട്രൂ കോളർ ഡാറ്റാബേസിൽ എത്തിയതായും കണ്ടെത്തി. അതിന് പിന്നാലെയാണ് കൂടുതൽ ഗുരുതരമായ ഈ ഡാറ്റാ ചോർച്ച. 2017 ഓഗസ്റ്റ് 24 സുപ്രീംകോടതി പൗരന്മാരുടെ സ്വകാര്യത സംബന്ധിച്ച ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധി പ്രസ്താവിച്ചു. പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പു നൽകണം. എന്നാൽ ആ ഉറപ്പ് പാടെ ലംഘിക്കുന്നതാണ് പരിവാഹൻ പോർട്ടലിലെ ഈ ഡാറ്റാ ചോർച്ച തെളിയിക്കുന്നത്. ഡിജിറ്റൽ സാക്ഷരത രാജ്യത്ത് രൂപപ്പെട്ട ഈ കഴിഞ്ഞ കാലത്താണ് ഈ ഗുരുതരമായ ഡാറ്റാ ചോർച്ച എന്നതാണ് ഏറെ ഗൗരവകരം. ക്യാമറ പേഴ്സൺ സുൽത്താനോടൊപ്പം അനൽക സേദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനൽക സൈദാണ് ചേരുന്നത്. അനൽക, കേന്ദ്ര സർക്കാർ ഏറെ അഭിമാനത്തോടെ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് ഈ പരിവാഹൻ എന്നുള്ള ഒരു ആപ്പും അതിലൂടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം അനായാസം കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പും. അതിലാണിപ്പോൾ ഡാറ്റ ചോർച്ച എന്നുള്ള ഏറ്റവും വലിയ വാർത്ത ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്നത്. ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ആളുകളുടെ സ്വകാര്യതയെക്കുറിച്ച് അറിയാൻ പറ്റും. ആളുകളുടെ സ്വകാര്യ കാര്യങ്ങൾ കിട്ടും, വിരൽത്തുമ്പിൽ കിട്ടും എന്നുള്ളത് വലിയ തരത്തിലുള്ള അനാസ്ഥയാണ്. അത് ഏത് രീതിയിലാണ് ഇങ്ങനെയൊരു ഡേറ്റ ചോർന്നത്? ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഏത് രീതിയിലാണ്?
സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള പരിവാഹൻ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലായിട്ടുള്ള പരിവാഹൻ്റെ ഡാറ്റാബേസ് ലീക്കായിരിക്കുന്ന എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഈ വാഹന ഉടമയുടെ എല്ലാ വിവരങ്ങളും, ആ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എല്ലാ വിവരങ്ങളും അടക്കം ഇപ്പോൾ ഹാക്കർമാർ ചോർത്തിയിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ നിമിഷം വരെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ IT മന്ത്രാലയമോ സൈബർ സെക്യൂരിറ്റി, അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ സൈബർ സെക്യൂരിറ്റി വിദഗ്ധരൊന്നും തന്നെ ഈ വിവരം അറിഞ്ഞിട്ടില്ല. ഇത് ടെലഗ്രാമിൻ്റെ ബോട്ട് വഴിയാണ് ഇത്തരത്തിലൊരു വിവരച്ചോർച്ച നടന്നിട്ടുള്ളത്. ടെലഗ്രാമിൽ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ, അതായത് വാഹനം വാങ്ങിയത് മുതൽ, അതായത് വാഹനത്തിൻ്റെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ട്രാഫിക് വയലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെലഗ്രാമിൻ്റെ ബോട്ടിൽ ലഭ്യമാണ്. ഇതിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഈ ടെലഗ്രാം ബോട്ട് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏകദേശം 32,000 സബ്സ്ക്രൈബേഴ്സാണ് ഇതിലുള്ളത്. ഇതിൽ തന്നെ 40-ലധികം, അതായത് വാഹനവുമായി ബന്ധപ്പെട്ട 40-ലധികം വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ വിവരങ്ങളിൽ തന്നെ നമുക്ക് ഈ RC ഓണറെ പേര്, അതേപോലെ തന്നെ അഡ്രസ്സ്, അതേപോലെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ടെലഗ്രാമിൻ്റെ ബോട്ടിൽ ലഭ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഇപ്പം ചില ആൾക്കാർക്ക് ചില സംശയമുണ്ട്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ സൈറ്റിൽ ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടല്ലോ എന്നൊരു സംശയം സ്വാഭാവികമായി ഉന്നയിക്കാം. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ സൈറ്റിൽ പൊതുജനങ്ങൾക്ക് പരിമിതമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതായത് വാഹന ഉടമയുടെ പേര് പോലും നമുക്ക് അതിൽ നിന്നും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെഹിക്കിൾ നമ്പർ, അതായത് വാഹന ഓണർ, അതേപോലെ രജിസ്ട്രേഷൻ അതോറിറ്റി, പിന്നെ ഏത് ടൈപ്പ് ഓഫ് വാഹനമാണെന്നുള്ളത്, ഏത് ഫ്യൂൽ ടൈപ്പാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ്, ടാക്സ് വാല്യൂ, ഇൻഷുറൻസ് വാലിഡിറ്റി ഡേറ്റ് എന്നിങ്ങനെയുള്ള വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ വെറും, അതായത് നമ്മൾ മുന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ നമ്പർ ആ ടെലഗ്രാം ബോട്ടിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ ടെലഗ്രാം ബോട്ടിൽ നമുക്ക്, അതായത് ടെലഗ്രാം ബോട്ടിൽ നിന്ന് കിട്ടും. കൂടാതെ ഇത് 2 തവണ മാത്രമാണ് സൗജന്യമായിട്ട് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൽ പണം അടിച്ചുകൊണ്ട്, അതായത് ഇതിൽ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 50, 100, 250 അങ്ങനെ വ്യത്യസ്ത ഇതിലുള്ള പണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ പേരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഇത് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ കോവിഡ് വാക്സിൻ എടുത്ത ഒരു ഡാറ്റ ടെലഗ്രാമിൻ്റെ ബോട്ടിൽ ഇതുപോലെ സമാനമായ സാഹചര്യത്തിൽ ഇത് ലീക്കായിരുന്നു. അതുപോലെയുള്ള ഒരു ഡാറ്റ ചോർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള പരിവാഹൻ പോർട്ടലിൽ നടന്നിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ്. കൂടാതെ ഇന്നലെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, നിയമവിദഗ്ധൻ. ഹരീഷ് വാസുദേവൻ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പരിവാഹൻ ആപ്പിലെ ഡേറ്റ ചോരുന്നു, വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, അത് ടെലഗ്രാമിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ് ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്നത്. ഇത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്? നിയമം വഴി ഇതിനെ എങ്ങനെയാണ് തടയാനാകുക? ഇത്തരം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പുതിയ കാല ഭരണ സംവിധാനത്തിനകത്ത് ഫയലുകൾ ഓഫീസിൽ സൂക്ഷിക്കുമ്പോൾ ആ ഓഫീസുകൾ വഴിയല്ല ഭരണം നടക്കുന്നത്. അത് ആപ്പുകളിലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് സെക്രട്ടേറിയറ്റിൽ നിന്നോ സർക്കാർ ഓഫീസുകളിൽ നിന്നോ ഫയലുകൾ മോഷ്ടിക്കപ്പെട്ടാൽ എന്തുമാത്രം ഗൗരവം ഉണ്ടോ അതേ ഗൗരവമാണ് ഈ ഡാറ്റ ചോർച്ചയിലും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫയലുകൾ സംരക്ഷിക്കാൻ സർക്കാരിന് സംവിധാനങ്ങളുണ്ട്, കെട്ടിടമുണ്ട്, അതിന് സെക്യൂരിറ്റി ഉണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അതേ സെക്യൂരിറ്റി സംവിധാനം ഈ ഡാറ്റ സംരക്ഷിക്കുന്നതിനും സർക്കാർ ഒരുക്കേണ്ടതാണ്. അങ്ങനെ സംഭവിക്കാത്തതിന്റെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി പാർലമെന്റിൽ നിരവധിയായിട്ട് ഉന്നയിക്കപ്പെട്ടത്. പൗരന്റെ ഇത്തരം വിവരങ്ങൾ സർക്കാർ ഇപ്പൊ ചോർന്നത് സത്യത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട വിവരമാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് നേരിട്ട് ആളുകളെ പ്രത്യക്ഷത്തിൽ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ കോളുകൾ ചോരുക വഴി പ്രൈവറ്റ് കമ്പനികൾക്ക് കിട്ടുകയും എല്ലാ ദിവസവും നമുക്ക് അനാവശ്യമായിട്ടുള്ള കോളുകൾ, മാർക്കറ്റിംഗ് കോളുകൾ കിട്ടുകയും ചെയ്യും. നമ്മൾ ടാർഗറ്റഡ് ആകും. 2, നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ അത് ചോർന്നു പോവുകയാണെങ്കിൽ അത് നമ്മുടെ നേരിട്ട് ജീവനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സർക്കാരിന്റെ കയ്യിലുള്ള ഇത്തരം വിവരങ്ങൾ ചോരുന്നതിനെതിരായി പാർലമെന്റ് പാസാക്കിയ 2023 നിയമമാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്.
ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് വ്യക്തികളുടെ ഡിജിറ്റൽ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. IT ആക്ടിൽ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് സെക്ഷൻ 43 അനുസരിച്ച് ഇത്തരം ചോർച്ചകൾ സർക്കാരിന് സംഭവിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പിഴവാണത്, കുറ്റമാണ്. പക്ഷെ സർക്കാർ ബോധപൂർവം ഇത്തരത്തിലുള്ള ചോർച്ച സംഭവിപ്പിച്ചതല്ലെങ്കിൽ അത് ഹാക്കിംഗ് നടത്തിയാണ് കണ്ടെത്തിയെങ്കിൽ ഹാക്കിംഗ് ഇപ്പോൾ IT ആക്ട് പ്രകാരം ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷൻ അബൌട്ട് എ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ IT ആക്ട് പ്രകാരം ഇതറിയുന്ന കേരള സർക്കാർ ഇതിനെ സംബന്ധിച്ച് പോലീസ് ഒരു കേസ് എടുക്കേണ്ടതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ആ കേസ് അന്വേഷിച്ച് ആരാണ് ഈ ചോർച്ച ചെയ്തത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്തത് എന്നുള്ളത് ഹാക്കിംഗ് ആണോ എന്ന് പരിശോധിക്കണം. അത് ഹാക്കിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി വേണം. അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ഡാറ്റ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. വാസ്തവത്തിൽ ഈ നിയമത്തിനകത്ത് തന്നെ ഒരു ദേശീയ തലത്തിൽ ഇതിനെ സംബന്ധിച്ചൊരു ബോർഡ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ അത്തരമൊരു ബോർഡ് നിലവിലുള്ളതായിട്ടോ അവർ പ്രവർത്തിക്കുന്നതായിട്ടോ എനിക്കറിയില്ല. ഇത്തരത്തിൽ നിരവധി ഡാറ്റകൾ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ് പല ഘട്ടങ്ങളിലും. പക്ഷെ നമ്മൾ നേരിട്ട് ബാധിക്കുന്ന ഒരു ആപ്പാണ് പരിവാഹൻ എന്ന് പറയുന്നത്. പരിവാഹൻ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് കേസ് FIR ഇട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണ്. ഇതിനകത്ത് ഗുരുതരമായിട്ട് ഈ ഡാറ്റ ഇനി വിറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് കേന്ദ്ര IT മന്ത്രാലയം റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട. എന്നാൽ IT വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും MPമാർ കേരളത്തിൽ നിന്ന് ഈ വാർത്ത കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇന്നോ നാളെയോ ആയിട്ട് അത്തരം ഒരു ഉത്തരവിറങ്ങി ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്, കുട്ടികളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അത് വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടുകയും സുപ്രീം കോടതി ഇടപെടുകയും അത് റിമൂവ് ചെയ്യാൻ ഉത്തരവിടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് പോലെ ആളുകളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, പ്രൈവറ്റ് ഇൻഫർമേഷൻ ഇത്തരത്തിൽ ലീക്ക് ചെയ്യുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. കാരണം സർക്കാരിൽ ഈ ഡാറ്റ സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പൗരന്മാർ ഇത്തരം ഡാറ്റ സർക്കാരിനെ വിശ്വസിച്ചേൽപ്പിക്കുക? അതുകൊണ്ടാണ് പലരും ഇത്തരം ആപ്പുകളെ വിശ്വസിക്കാത്തത്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ ആപ്പ് എത്തിക്കുന്ന സർക്കാരിന് ഇത്തരം ഉത്തരവാദിത്വം കൂടി ഉറപ്പുവരുത്താനുണ്ട്. ഇത് വളരെ ആർക്കും കടന്നു കയറാവുന്ന തരത്തിലുള്ള ഒരു ഡാറ്റയാണ് കേന്ദ്ര സർക്കാരിന്റെ ആപ്പുകളിൽ ഉള്ളതെന്നുള്ളത് വളരെ ഗുരുതരമായിട്ടൊരു വിഷയം തന്നെയാണ്. ഇത് വാസ്തവത്തിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ കേസെടുത്തുകൊണ്ടായില്ല, പലപ്പോഴും ഇന്ത്യക്ക് വെളിയിലോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലോ ആയിരിക്കും ഇത്തരം കമ്പ്യൂട്ടർ ഡിവൈസുകളുള്ളത്. ആ ഡിവൈസ് പിടിച്ചെടുക്കണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചതിന്. കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള പരിവാഹൻ പോർട്ടലിലെ ഡാറ്റയാണ് ഇപ്പോൾ ഹാക്കർമാർ ചോർത്തി എന്നുള്ള വിവരം ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്നത്. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവാണ്. വാഹന ഉടമയുടെ വിലാസവും ഫോൺ നമ്പറും അടക്കം വിൽപ്പനയ്ക്ക് ടെലഗ്രാം ബോട്ടിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു മാസം മുൻപ് തുടങ്ങിയ ടെലഗ്രാം ബോട്ടിന് 32,000-ലധികം സബ്സ്ക്രൈബർമാർ ഉണ്ട് എന്നുള്ളതുമാണ് ഏറെ ഗുരുതരമായിട്ടുള്ള വിഷയം. അനൽക്ക MV ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അനൽക്കയിലേക്ക് തന്നെ പോകാം. അനൽക്ക, ഇപ്പോൾ ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൗരന്മാർ ഇനി എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം ആപ്പുകളെ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇതിനു മുൻപും നമുക്കറിയാം കോവിഡ് വാക്സിൻ പോർട്ടൽ ഇതേപോലെ ഡേറ്റ ചോർച്ച ഉണ്ടാകുകയും വലിയ തരത്തിൽ അത് ചർച്ചയാകുകയും ചെയ്തതാണ്. ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ വാഹനത്തിൻ്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇനി മറ്റ് ആപ്പുകളൊക്കെ വികസിപ്പിച്ചെടുക്കുമ്പോൾ ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ, ഫോൺ രേഖ അടക്കം പുറത്തേക്ക് വരികയാണെങ്കിൽ അത് വളരെയധികം ഗുരുതരമായ വിഷയമായിരിക്കും. ഇതൊക്കെ ജനങ്ങൾക്ക് പേടിയുണ്ടാകും. അപ്പോൾ ഇതിൽ ഏത് രീതിയിലായിരിക്കും നടപടികൾ എടുക്കാൻ സാധ്യതയുള്ളത്? സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ 2017 ഓഗസ്റ്റ് 24 സുപ്രീം കോടതിയിൽ, അതായത് DY ചന്ദ്രചൂഡ് അടക്കമുള്ള ബെഞ്ച്, അതായത് സ്വകാര്യത പൗരൻ്റെ മൗലിക അവകാശമാണെന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധിയെ അല്ലെങ്കിൽ അത് ലംഘിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ടെലഗ്രാമിൻ്റെ ബോട്ടിലൂടെ ലീക്കായിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ടെലഗ്രാമിൻ്റെ ബോട്ടിൽ ഡാറ്റ ലീക്കായ സമയത്ത് ലോക്സഭയിലും അതേപോലെ തന്നെ രാജ്യസഭയിലടക്കം ഇത്തരം വിഷയങ്ങൾ, അതായത് പ്രതിപക്ഷം ഉൾപ്പെടെ കോൺഗ്രസും അതേപോലെ തന്നെ DMKയും തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാജ്യസഭകത്തും ലോക്സഭകത്തും ഉയർത്തിക്കൊണ്ടിരുന്നു. ഈ വിഷയത്തിനകത്ത് അന്ന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള, അതായത് രാജീവ് ചന്ദ്രശേഖർ, അന്ന് IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിനകത്ത് മറുപടി നൽകിയിരുന്നു.
പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2023 അതായത് സമാനമായിട്ട് പരിവാഹൻ പോർട്ടലിൻ്റെ സമാനമായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് റോഡ് ആക്സിഡൻറ്റ് ഡാറ്റാബേസിലെ വിവരങ്ങൾ സമാന സാഹചര്യത്തിൽ ലീക്കായിരുന്നു. അന്ന് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ജിമെയിൽ ഐഡിയും അതേപോലെ തന്നെ പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള ഡാറ്റകൾ ട്രൂകോളിൻ്റെ ഡാറ്റാബേസിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. ഈ 2023 സമാനമായ രീതിയിലുള്ള ഒരു ഡാറ്റ ചോർച്ച ഉണ്ടായിട്ട് പോലും പിന്നെ ഇതിനെ ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും അതിന് നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ലോക്സഭ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പം ഈ വിഷയം ചർച്ചയാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഈ കോവിഡിൻ്റെ ഡാറ്റ ലീക്കായ സമയത്ത് വളരെയധികം ചർച്ച, അതായത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള IT മിനിസ്ട്രിയുടെ ജോയിൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള വാഹനങ്ങളുടെ നമ്പർ ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയ സമയം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ വാഹന ഉടമയുടെ അതായത് ഫോൺ നമ്പർ അടക്കം, അതായത് മേൽവിലാസത്തിൻ്റെ കൂടെ തന്നെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ 40-ലധികം അത് ആ വാഹനം എത്ര പേർക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ അതിൻ്റെ ഇൻഷുറൻസ് നമ്പറും. വലിയ ഗൗരവകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. പരിവാഹൻ പോർട്ടലിൽ ഗുരുതര ഡാറ്റ ചോർച്ച എന്നുള്ളത്. പരിവാഹനിലെ വ്യക്തിഗത വിവരങ്ങൾ ടെലഗ്രാം ബോട്ടിൽ വന്നിരിക്കുന്നു. 32,000-ലധികം ആളുകളാണ് ഈ ഒരു ടെലഗ്രാം ബോട്ടിൽ സബ്സ്ക്രൈബർമാർ ആയിട്ടുള്ളത്. എവിടെ നിന്നും ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ഈ ഒരു ടെലഗ്രാം ബോട്ട് വഴി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതിൽ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവാണ് ഈ ഒരു വാർത്ത. ന്യൂസ് മലയാളമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത്.